പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാം ദിനം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, ദൂതന്മാർ ഞങ്ങളെ കഴിഞ്ഞ പകൽക്കാലം കാവൽ ചെയ്തതിന് സ്തോത്രം, എല്ലായിടത്തും ഞങ്ങളെ അത്ഭുതമായി നടത്തിയ കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ഫേവറും എല്ലായിടത്തും ഞങ്ങൾ അനുഭവിച്ചു. അതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പ രാത്രികാലം അങ്ങ് ഞങ്ങളെ ഉറക്കിയതിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചതിനായിട്ട് സ്തോത്രം. രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും അങ്ങ് ഞങ്ങളെ വിടുവിച്ചു. രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ ആമേൻ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി ഞങ്ങൾ സ്തോത്രം പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഉണർത്തിയത് കർത്താവാണ്, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞ് ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച്, ആമേൻ, ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ സമ്മതിക്കാതെ, ഞങ്ങളുടെ കല്ല് തട്ടിപ്പോകാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ സകല വഴികളിലും കാപ്പാൻ അങ്ങ് ദൂതന്മാരെ കൽപ്പിച്ച് ഈ പകൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. 9-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. ആമേൻ. 4-ാം വാക്യം പറയുന്നത്, കർത്താവിൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. കർത്താവ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നസറേനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരുടെ മേലും ദൈവകൃപ പകരണം. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പ്രത്യേക ആത്മീക മഴ പെയ്തിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ആത്മാവിൻ്റെ നിറവുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക റെവലേഷനുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗത്താൽ ഭാരപ്പെടുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ വിധത്തിലുള്ള രോഗബന്ധനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഡയബറ്റീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതായ കോംപ്ലിക്കേഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വൂണ്ടുകൾ ഹീലാകട്ടെ. മുറിവ് ആമേൻ ആമേൻ ഹീലാകാതെ, ആമേൻ, വിരളിലും ആമേൻ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ഇൻഫെക്ഷനുകൾ വന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ ആമേൻ അത് ഹീലാകാൻ താമസിക്കുന്നു. ആമേൻ ആമേൻ. ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ, പൂർണ്ണ ആരോഗ്യം വ്യാപരിക്കട്ടെ. അതുപോലെ കർത്താവേ, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഇന്ന് പ്രഭാതത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ ഡിക്ലെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. അതുപോലെ ട്രീറ്റ്മെൻറ്റുകൾ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക ആരോഗ്യവും ദൈവകൃപയും യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ.
അതുപോലെ ഈ പ്രഭാതി കഥാവെ ആമേൻ കോർട്ട് കേസുകളൊക്കെ മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്നവർ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അങ്ങ് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീതിയോടെ അങ്ങ് ന്യായം വിധിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ചില വിവാഹാലോചനകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവ് മറ്റെല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ഇന്നത് കേൾക്കുന്ന ഭവനത്തിനകത്ത് ദൈവിക അന്തരീക്ഷമുണ്ടാകട്ടെ. ഹെവൻലി അറ്റ്മോസ്ഫിയർ ഇന്ന് ഏത് ഭവനത്തിൽ ഇരുന്നവർ കേൾക്കുന്നു, ആ ഭവനത്തിനകത്ത് ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ഓപ്പൺ ആകട്ടെ. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവ് ഈ കർത്തൃ ദിവസത്തിൽ ലോകവ്യാപകമായി ആമേൻ ആരാധനകൾ നടക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ഇന്നൊരു ഉണർവിൻ്റെ പകലായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ ഉപയോഗിക്കണമേ, ആരാധനാലയങ്ങളെ അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഇന്ന് പകലായിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും രണ്ടാം ദിവസം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ ആമേൻ നമ്മുടെ മീറ്റിങ്ങുകൾ ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഇന്നും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ഇന്ന് പ്രഭാതത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. നമുക്ക് ഈ വചനം ഇന്നലെ വൈകിട്ട് മീറ്റിങ്ങിൽ നമ്മൾ ആദ്യം വായിച്ച ഭാഗമാണ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രിപ്പയർ ചെയ്യുന്നൊരു സമയമാണ്. താൻ ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിച്ച് തൻ്റെ ശുശ്രൂഷകളുടെ പൂർത്തീകരണം, ക്രൂശ് മരണവും അതോടൊപ്പം പുനരുദ്ധാനവും ഒക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ വിടവാങ്ങുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ, അവരെ ഒരുക്കുന്നതായ അധ്യായങ്ങളാണ് 14, 15, 16 അപ്പോൾ ആ 14-ാം അധ്യായത്തിൽ യേശു അവർക്ക് വാഗ്ദത്തം ചെയ്തു, ഞാൻ പിതാവിൻ്റെ അടുക്കെ പോവാ, എന്നാൽ നിങ്ങൾക്ക് വേറൊരു കാര്യസ്ഥൻ, അനദർ കംഫോർട്ടർ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തുടർന്ന് വഴി നടത്തും എന്ന ആ വലിയ വാഗ്ദത്തം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശുവിൻ്റെ കൂടെ ഉള്ള ആ ഒരു അനുഭവം കിട്ടുമോ എന്നുള്ള സംശയമുണ്ട്. അവരുടെ മനസ്സിന് ഭാരമൊക്കെ ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞു, യേശു അവർക്ക് വാഗ്ദത്തം കൊടുത്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുകയും നിങ്ങളെ വഴി നടത്തുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഈ 3 ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അനുഭവങ്ങൾ ഉണ്ടാകാനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നല്ല ആത്മീക അനുഭവം ആലയത്തിനകത്തുണ്ടായിരുന്നു. കാരണം ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പുറമേ ഉള്ള എക്സ്പീരിയൻസുകളല്ല, ചില ആഴമായ അനുഭവങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് നേരിട്ട് വരുവാൻ കഴിയുന്ന എല്ലാവരും വന്ന് ആരാധനയിൽ പങ്കെടുക്കണം. അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ഒരിക്കലും നമ്മളെ മിസ്ലീഡ് ചെയ്യത്തില്ല. നമ്മളെ തെറ്റായ വഴിയിലേക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകത്തില്ല. നമ്മുടെ ഗൈഡാണ്. അതായത് നമ്മളെ വഴി കാട്ടിത്തരും. ഈച്ച് സ്റ്റെപ്പ്, നമ്മുടെ ജോലിയിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സുകളിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷകളിലാണെങ്കിലും ഓരോ ചുവടുകളും പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡ് ചെയ്തു തരും. സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ സകല സത്യത്തിലും നടത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ദൈവവചനത്തെ നമുക്ക് പ്രകാശിപ്പിച്ചു തരികയും ദൈവവചനത്തെ നമ്മുടെ ലൈഫിൽ പ്രയോജനകരമാക്കി തരികയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൂടാതെ പറഞ്ഞു, യേശു പറഞ്ഞ പദം ഇങ്ങനെയാണ്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. അതായത് സ്വർഗീയമായതാണ്. അതായത് ദ സ്പിരിറ്റ് ക്യാരീസ് ദ വോയിസ് ഓഫ് ഹെവൻ. സ്വർഗീയ ശബ്ദത്തെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുതരുന്നത്. അതുപോലെ വരുവാനുള്ളത് നമുക്ക് അറിയിച്ചു തരും. എന്താണ് വരുവാനുള്ളത്? നമുക്ക് ഇൻസൈറ്റുകൾ തരും. മുൻപേ വരാനുള്ളത് കാണിച്ചു തരും. പ്രോഫറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മളെ പ്രത്യേകമായിട്ട് ഒരുക്കുക തന്നെ ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 8:29 നമ്മൾ കാണുന്നുണ്ട്. എത്യോപ്യൻ മിനിസ്റ്റർ രഥത്തിൽ പോകുമ്പോൾ ഫിലിപ്പിനെ എന്ത് ചെയ്തു?
അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയതാരാ? പരിശുദ്ധാത്മാവ്. അതേപോലെ തന്നെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 13:2 പറയുമ്പോൾ അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു പോളിനെയും ബർന്നബാസിനെയും എന്തിന്? വിളിച്ച വേലയ്ക്കായി വേർതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പദ്ധതികളെ വെളിപ്പെടുത്തി തരുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ഒരിക്കലും ഒരു മിഷണറി ഇങ്ങനൊരു കഥ പറഞ്ഞു, പഴയ കാലങ്ങളുണ്ടായത്. അതായത് അദ്ദേഹത്തിന് അക്കരയ്ക്ക് ഒരു റിവർ ക്രോസ് ചെയ്യണം, ഒരു നദി ക്രോസ് ചെയ്യണം. അപ്പോൾ ഒരു ബോട്ടിലേക്ക് കയറാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ ബോട്ടിൽ നീ കയറണ്ട. അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ ഒബേ ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ ബോട്ട് പോകുന്ന വഴി മുങ്ങിപ്പോകാനിട വന്നു. അപ്പം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പലപ്പോഴും നമ്മളെ വഴികാട്ടും. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ നമ്മൾ ചിലപ്പം വിചാരിക്കും ഇത് ചെയ്താൽ വിജയിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഗൈഡൻസ് തന്ന് നമ്മളെ കൊണ്ടുപോവുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രത്യേകമായ ഉദ്ദേശം പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണ്. അതായത് ആത്മാവിനെ അടുത്തറിഞ്ഞ് ആത്മാവിൻ്റെ നിറവിൽ ജയകരമായി ജീവിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്നാ ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ എന്നും തയ്യാറാകണം. എന്തെങ്കിലുമൊക്കെ കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ ആണെന്ന് വിചാരിച്ച് നിൽക്കാതെ ആ വോയിസ് കറക്റ്റാണോ ഞാൻ കേട്ടത് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒബേ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ട്. എപ്പോഴും ആത്മാവിൽ നിന്ന് കാണാനായിട്ട് ആഗ്രഹിക്കണം. വിഷൻസും ഡ്രീംസും ദൈവശബ്ദമൊക്കെ കേൾക്കുവാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? ആത്മാവിൻ്റെ ഗൈഡൻസിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൽ 2-ാം ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഴമായ അനുഭവങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തരണം. കർത്താവേ, ഒരു സൂപ്പർഫിഷ്യൽ എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആഴമേറിയ ആത്മീക അനുഭവങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ആ ആത്മീക അനുഭവത്തിലൂടെ മുന്നേറി ജയകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അത് നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ യേശുവിൻ്റെ നാമത്തിൽ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.